ഇനി അടുത്ത് നമ്മൾ പോണത് ഇക്വാലിറ്റി ഓഫ് മെട്രിക്സസ് എന്ന് പറയുന്ന ടോപ്പിക്കിലേക്കാണ്. എപ്പോഴാണ് രണ്ട് മെട്രിക്സുകൾ ഈക്വൽ ആവുക, ആ ടോപ്പിക്കിലേക്കാണ് അടുത്തത് പോണത്. അപ്പോൾ നമ്മുടെ കയ്യിൽ രണ്ട് മെട്രിക്സുകളുണ്ട്, ക്യാപിറ്റൽ എയും ക്യാപിറ്റൽ ബിയും. ക്യാപിറ്റൽ എനെ നമ്മൾ മെട്രിക്സ് എ ഐ ജെ, അതുപോലെ ക്യാപിറ്റൽ ബിനെ മെട്രിക്സ് ബി ഐ ജെ എന്ന് റെപ്രസെൻറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. ഈ രണ്ട് മെട്രിക്സുകളും ഈക്വൽ ആവണമെങ്കിൽ ദേ ആർ സെഡ് ടു ബി ഈക്വൽ ഇഫ് ദേ ആർ ഓഫ് സെയിം ഓർഡർ. ഒന്നാമത്തെ കാര്യം, രണ്ട് മെട്രിക്സുകൾ ഈക്വൽ ആവണമെങ്കിൽ അതിൻ്റെ ഓർഡർ സെയിം ആവണം. അതായത് ഇതിപ്പോൾ ഒരു 2/2 മെട്രിക്സ് ആണെങ്കിൽ ഇതും 2/2 മെട്രിക്സ് ആയിരിക്കണം. അങ്ങനെ ആദ്യത്തെ കാര്യം ഓർഡർ സെയിം ആയിരിക്കണം. പിന്നെ ഈച്ച് എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ എ ഈസ് ഈക്വൽ ടു കറസ്പോണ്ടിങ് എലമെൻറ്റ് ഓഫ് ബി. എ എന്ന് പറയുന്ന മെട്രിക്സിലെയും ബി എന്ന് പറയുന്ന മെട്രിക്സിലെയും കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് സെയിം ആയിരിക്കണം. എന്ന് വെച്ചാൽ എ ഐ ജെ ഈക്വൽ ടു ബി ഐ ജെ. ഇപ്പോൾ ക്യാപിറ്റൽ എ എന്ന് പറയുന്ന മെട്രിക്സിലെ A12 എന്ന് പറയുന്ന എലമെൻറ്റും ബിയിലെ B12 എന്ന് പറയുന്ന എലമെൻറ്റും സെയിം ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ മെട്രിക്സുകളെ ഈക്വൽ മെട്രിക്സ് എന്ന് പറയാൻ പറ്റുക. ഫോർ ഓൾ ഐ ആൻഡ് ജെ, ഏത് ഐയും ജെയും എടുത്താലും, അതായത് കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് എല്ലാം സെയിം ആവണം. ഒരെണ്ണമെങ്കിലും മാറിപ്പോയി കഴിഞ്ഞാൽ അത് ഈക്വൽ മെട്രിക്സ് ആവില്ല. ഇതാണ് ഈക്വൽ മെട്രിക്സുകളുടെ ഡെഫിനിഷൻ. ഇപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എക്സാമ്പിൾ പറഞ്ഞാൽ സിമ്പിളാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ക്യാപിറ്റൽ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഉണ്ടെന്ന് വിചാരിക്കുക. എൻ്റെ മെട്രിക്സ് ഒരു 2/2 മെട്രിക്സ് ആണ്. 1 3 2 4 ഇതാണ് എൻ്റെ മെട്രിക്സ് എന്ന് വിചാരിക്കുക. ഇതുപോലെ ക്യാപിറ്റൽ ബി എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഉണ്ടെന്ന് വെക്കുക. അപ്പോൾ ഇതിനോട് ഈക്വൽ ആയിട്ടുള്ള മെട്രിക്സ് ആണ് ക്യാപിറ്റൽ ബി എങ്കിൽ ഇതിൽ ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് കോളത്തിൽ കിടക്കുന്നത് 1 അല്ലേ. അപ്പോൾ ബിയിലെയും ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് കോളത്തിൽ 1 കിടക്കണം. അതുപോലെ 3 2 4. അതായത് ഇത്തരത്തിൽ വന്നാൽ മാത്രമാണ് രണ്ട് മെട്രിക്സുകൾ ഈക്വൽ എന്ന് പറയാൻ പറ്റുള്ളൂ. ഹിയർ ക്യാപിറ്റൽ എ ഈക്വൽ ടു ക്യാപിറ്റൽ ബി. കാരണം എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഓർഡറും 2/2 ആണ്, ബി എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഓർഡറും 2/2 ആണ്. പിന്നെ ഇതിലെ A11 എന്ന് പറയുന്നത് 1 ആണ്, ഇവിടെ B11 എന്ന് പറയുന്നതും 1 ആണ്. A12 3 ആണ്, B12 3 ആണ്. ഇതുപോലെ എല്ലാ കറസ്പോണ്ടിങ് എലമെൻറ്റ്സും ഈക്വൽ ആണ്. അപ്പോൾ ഇത്തരത്തിൽ ഓർഡർ സെയിം ആവണം, അതുപോലെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സും ഈക്വൽ ആവണം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ഒരു ഫോട്ടോ കോപ്പി, ഇതിൻ്റെ എക്സാക്റ്റ് കോപ്പി ആയിരിക്കണം. അങ്ങനെയുള്ള മെട്രിക്സുകളെ മാത്രമേ നമ്മൾ ഈക്വൽ മെട്രിക്സ് എന്ന് വിളിക്കുകയുള്ളൂ. അപ്പോൾ ഇനി ഈ ഒരു നമ്മളിപ്പോൾ പഠിച്ച ഈ ഒരു ഐഡിയ ബേസ് ചെയ്തിട്ട് നമുക്ക് ഒരു 1-2 പ്രോബ്ലംസ് ഒന്ന് ചെയ്തു നോക്കാം. ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കോ. അപ്പോൾ ക്യാപിറ്റൽ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് തന്നിരിക്കുന്നു. മെട്രിക്സ് ഇങ്ങനെയാണ് തന്നേക്കുന്നത്: x + y 3 x - y z. ഇങ്ങനെ ക്യാപിറ്റൽ എ എന്ന് പറയുന്ന ഒരു 2/2 മെട്രിക്സ് തന്നിരിക്കുന്നു. 2/2 മെട്രിക്സ് ക്യാപിറ്റൽ എ എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നു. ഇതുപോലെ ക്യാപിറ്റൽ ബി എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു മെട്രിക്സ് തന്നേക്കാണ് 5 3 1 4. ഇങ്ങനെ എ ബി എന്ന് പറഞ്ഞ് രണ്ട് മെട്രിക്സുകൾ തന്നിരിക്കുന്നു. ഗിവൺ ദാറ്റ് A and B are equal matrices. ഈക്വൽ മെട്രിസസ്. ഈ എയും ബിയും ഈക്വൽ ആണെന്ന് തന്നിരിക്കണം. നമ്മുടെ പ്രോബ്ലം ഇതാണ്, ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് വാല്യൂ ഓഫ് എക്സ് വൈ ആൻഡ് സെഡ്. ഫൈൻഡ് വാല്യൂ ഓഫ് എക്സ് വൈ ആൻഡ് സെഡ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നും കൂടി പറയാം. നമ്മുടെ കയ്യിൽ ക്യാപിറ്റൽ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്, അതുപോലെ ക്യാപിറ്റൽ ബി എന്ന് പറയുന്ന വേറൊരു മെട്രിക്സും തന്നേക്കണം. ഈ രണ്ട് മെട്രിക്സുകളും ഈക്വൽ ആണെന്ന് പറഞ്ഞിരിക്കണം. അപ്പോൾ ഈ മെട്രിക്സിൻ്റെ ഓർഡർ 2/2 ആണ്, ഇതുപോലെ ബി എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഓർഡറും 2/2 ആണ്. അപ്പോൾ ഓർഡർ സെയിം ആയി. ഇനി നമുക്ക് കറസ്പോണ്ടിങ് എലമെൻറ്റ്സും സെയിം ആവണം, എന്നാൽ മാത്രമേ ഇവർ ഈക്വൽ ആവുകയുള്ളൂ. ക്വസ്റ്റ്യനിൽ ഓൾറെഡി ഈ രണ്ട് മെട്രിക്സുകൾ ഈക്വൽ മെട്രിക്സുകളാണ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് നമുക്ക് എഴുതാം. ഇവിടെ നോക്കി, ഇതിൽ A11 അതായത് ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് കോളത്തിൽ കിടക്കുന്നത് x + y ആണ്. ഈ മെട്രിക്സിലാണെങ്കിൽ ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് കോളത്തിൽ കിടക്കുന്നത് 5 ആണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഈക്വൽ ആവണമെങ്കിൽ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഈക്വൽ ആവണം. എന്ന് വെച്ചാൽ നമുക്ക് x + y = 5 എന്ന് പറയാം. ഇതുപോലെ ഈ എലമെൻറ്റ് നോക്കുക. ഇവിടെ x - y എന്നാണ്
നമ്മുടെ A21 ആയിട്ട് കിടക്കണം. സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് x-y ആയിട്ടാണ് കിടക്കണം. ഇവിടെയാണെങ്കിൽ 1 എന്നാണ് കിടക്കുന്നത്. ഈ മെട്രിക്സുകൾ ഈക്വൽ ആവണമെങ്കിൽ ഈ രണ്ട് എലമെൻറ്റ്സും സെയിം ആവണം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് അടുത്തൊരു ഇക്വേഷൻ കൂടി ഉണ്ടാക്കാം. x-y = 1. ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ അതെ ഇവിടെ 3 ആണ്, ഇവിടെയും 3 തന്നെയാണ്, പ്രോബ്ലം ഇല്ല. ഇനി ഇവിടെ അടുത്തത് z ആണ്, ഇവിടെ കിടക്കുന്നത് 4 ആണ്. അപ്പോൾ ഈ രണ്ട് മെട്രിക്സ് ഈക്വൽ ആവണമെങ്കിൽ z കൺഫേം ആയിട്ടും 4 ആയിരിക്കും. അപ്പോൾ നമുക്ക് z-ൻ്റെ വില കിട്ടി, z = 4 എന്ന് കിട്ടി. അപ്പോൾ ഒരു കാര്യം ഓക്കെ. ഇനി നമുക്ക് അടുത്ത് x-ൻ്റെയും y-യുടെയും വില കിട്ടണം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ കയ്യിൽ രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. ഇവിടെ രണ്ട് വേരിയബിൾ ഉണ്ട്, രണ്ട് ഇക്വേഷൻസും ഉണ്ട്. നമുക്കിത് സോൾവ് ചെയ്ത് x-ൻ്റെയും y-യുടെയും വില കണ്ടുപിടിക്കാം. സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ ഓൾറെഡി അറിയാവുന്നതാണ് x+y = 5, x-y = 1. രണ്ടിലെയും x-ൻ്റെ എണ്ണം സെയിം ആണ്. സോ നമ്മളിതിലെ വലിയ ഇക്വേഷൻ മുകളിൽ എഴുതി ചെറുത് താഴെ എഴുതി ഈ രണ്ട് ഇക്വേഷൻസ് തമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്യും. അപ്പോൾ ഇത് തമ്മിൽ കുറയ്ക്കുമ്പോൾ ഏറ്റവും എളുപ്പ വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ താഴെ എഴുതിയിരിക്കുന്ന ഇക്വേഷൻസിൻ്റെ എല്ലാം സൈൻ നേരെ ഓപ്പോസിറ്റ് ആക്കുക. അപ്പോൾ ഇവിടെ എക്സ് എന്ന് കിടക്കുന്നത് നമ്മൾ -x എന്നാക്കുക, ഇത് മൈനസ് ആണെങ്കിൽ അതിന് നമ്മൾ പ്ലസ് എന്നാക്കുക, ഇത് +1 ആണ്, സോ നെഗറ്റീവ് ആക്കുക. നമുക്ക് എപ്പോഴും രണ്ട് ഇക്വേഷൻസ് സബ്സ്ട്രാക്ട് ചെയ്യാനുള്ള ഒരു എളുപ്പ വഴിയാണിത്. താഴെ കിടക്കുന്ന ഇക്വേഷൻസിൻ്റെ ഫുള്ള് സൈൻ ഓപ്പോസിറ്റ് ആക്കുക, എന്നിട്ട് ആ സൈൻ അനുസരിച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടെ നോക്കിയേ, x - x, x-ൽ നിന്ന് x കുറച്ച് കഴിഞ്ഞാൽ 0. ഇതുപോലെ +y + y 2y എന്ന് കിട്ടി. ഇതുപോലെ 5 - 1 4 എന്ന് കിട്ടി. നമുക്ക് 2y = 4 എന്ന് കിട്ടി. അതിൽ നിന്നും y = 4/2. 2 റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഇവിടെ × 2 അപ്പുറത്തേക്ക് പോകുമ്പോൾ /2. നമുക്ക് y = 2 എന്ന് കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്കിപ്പോൾ y-യുടെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് x കൂടി കാണണം. നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുക്കുക. നമുക്ക് തുടക്കത്തിൽ രണ്ട് ഇക്വേഷൻ തന്നിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ ഏതെങ്കിലും ഒരെണ്ണം എടുക്കുക. ഞാൻ ഫസ്റ്റ് ഇക്വേഷനാണ് സെലക്ട് ചെയ്യണത്, x+y = 5. അതിൽ y-യുടെ സ്ഥാനത്ത് നമുക്ക് കിട്ടിയ ആൻസർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ x = +2 റൈറ്റ് സൈഡിലേക്ക് കൊടുക്കുക, അത് -2y, x = 3 എന്ന് കിട്ടി. നമുക്ക് ഈ രണ്ട് മെട്രിക്സുകളും ഈക്വൽ ആണെങ്കിൽ x-ൻ്റെ വാല്യൂ 3 ആയിരിക്കും, y-യുടെ വാല്യൂ 2 ആയിരിക്കും, z-ൻ്റെ വാല്യൂ 4 ആയിരിക്കും. ഓക്കെ, ഇതാണ് ഈ ഒരു പ്രോബ്ലത്തിൻ്റെ ആൻസർ.